വിവിധ ഇൻവെസ്റ്റ്മെന്റുകളുടെ പേരിൽ മലയാളികൾ നഷ്ടപ്പെടുത്തുന്ന ശതകോടികൾ, ഹൈ റിട്ടേണുകൾ വാഗ്ദാനം ചെയ്യുന്ന പോൺസി സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുത്തിയ വിദ്യാസമ്പന്നരായ മലയാളികളെക്കുറിച്ച്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹൈ റിട്ടേണുകൾ വാഗ്ദാനം ചെയ്യുന്ന പോൺസി സ്കീമുകളെക്കുറിച്ചും അതിൽ ഈ 2025 മാത്രം മലയാളികൾ നഷ്ടപ്പെടുത്തിയ ശതകോടിക്കണക്കിന് രൂപയുടെ സമ്പത്തിനെ കുറിച്ചുമാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. ലോകത്തെമ്പാടും അമിതമായ റിട്ടേണുകൾ വാഗ്ദാനം ചെയ്യുന്ന, എന്നാൽ യാതൊരു സാമ്പത്തിക അടിത്തറയില്ലാത്ത ഇത്തരം സ്കീമുകളെ, ഇത്തരം ഫ്രോഡ് സംവിധാനങ്ങളെ വിളിക്കുന്ന പേരാണ് പോൺസി സ്കീം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ഫ്രോഡ് സംവിധാനങ്ങൾക്ക് പോൺസി സ്കീം എന്ന് പേര് വരാനുള്ള കാരണം? 1920 അമേരിക്കയിൽ പോലും ഒരു ചാൾസ് പോൺസി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം 45 ദിവസം കൊണ്ട് 50% റിട്ടേൺ ഓഫർ ചെയ്തു. 90 ദിവസം കൊണ്ട് മുടക്കുമുതൽ പൂർണ്ണമായും തിരികെ കിട്ടുന്ന ഒരു പദ്ധതി ആളുകളെ പരിചയപ്പെടുത്തി. അവസാനം വന്നവരുടെ പണം, എല്ലാ കാലത്തും ഇത്തരം തട്ടിപ്പുകാർ ചെയ്യുന്നത് പോലെ അവസാനം വന്ന മനുഷ്യരുടെ പണം വാങ്ങി ആദ്യം ഉണ്ടായിരുന്ന ആളുകൾക്ക് കൊടുത്തു. കുറെ കാലത്തിന് ശേഷം ഈ ഒരു സ്ട്രക്ചർ അങ്ങ് തകർന്നു. അക്കാലത്ത് അമേരിക്ക കണ്ട ഏറ്റവും വലിയ സ്കാമുകളിൽ ഒന്നായിരുന്നു ഈ പോൺസി സ്കീം. പിന്നീട് ലോകത്തെമ്പാടും നടക്കുന്ന ഇത്തരം ഫ്രോഡ് സംവിധാനങ്ങളെ പോൺസി സ്കീം എന്ന പേരിൽ അറിയപ്പെടുന്നു. പോൺസി സ്കീമും പിരമിഡ് സ്കീമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പിരമിഡുകളിൽ താഴെ 2 പേരെ കൂടി ചേർത്ത് കൊടുക്കണം എന്നൊരു സംവിധാനം കൂടിയുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ലോകത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു മാർക്കറ്റിംഗ് സംവിധാനം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഗവൺമെന്റുകളുടെ അംഗീകാരവുമുണ്ട്. പക്ഷേ അതിൽ ആളുകളെ ചേർക്കുകയും എന്നാൽ അവിടെ യാതൊരു ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയും നടക്കാതെ വെറും മണി റോളിംഗ് മാത്രം നടക്കുന്ന സംവിധാനത്തെ പിരമിഡ് സ്കീം എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സ്കീമുകളിലാണ് ആളുകൾ പണം നിക്ഷേപിക്കുന്നത് വലിയ തോതിൽ. ഒരു സഹോദരന്റെ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്നോട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാനതിൽ ഇത്ര ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇവൻ ആ വെബ്സൈറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇത് വെറും തട്ടിക്കൂട്ട് സംവിധാനമാണ്. കാരണം 6 ലക്ഷം രൂപ അദ്ദേഹം ഇന്നലെ കണ്ട ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ കൊണ്ടുപോയി വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെങ്കിൽ എവിടെയാണ് നമ്മുടെ കോമൺ സെൻസ് എന്ന് പറയുന്നത്? കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികൾ പോലും ഒരു 10-50% റിട്ടേൺ ഉണ്ടാക്കാൻ, ആ റിട്ടേൺ നിലനിർത്താൻ വേണ്ടി പെടാപ്പാട് പെടുമ്പോൾ നമ്മളിവിടെ 390% റിട്ടേൺ. വേറൊരാൾ ഈ അടുത്തെൻ്റെ അടുത്ത്, അദ്ദേഹം വളരെ ബുദ്ധിമാനാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, അഭിപ്രായം ചോദിച്ചതാണ്. ഇങ്ങനെ ഒരു റിട്ടേൺ, ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, ഇങ്ങനെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്നുണ്ട്, അവർ കാറ് വാങ്ങി, അവർ ഒരുപാട് സമ്പത്തുണ്ടാക്കി, ഇത് ഒന്ന് നോക്കാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അയച്ചു തന്നാണ്. പക്ഷെ അതിൽ നോക്കുമ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, 394% റിട്ടേൺ. അത്ഭുതപ്പെട്ടു പോയി. കാരണം അങ്ങനെ ഒരു റിട്ടേൺ ഓഫർ ചെയ്യാൻ ലോകത്ത് ഒരു കമ്പനിക്കും കഴിയില്ല, അതും വിത്ത് ഗ്യാരണ്ടി. ഒരു കാരണവശാലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്, അത് പോൺസി സ്കീമാണ് എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. അതുപോലെ വിവിധ മേഖലകളിൽ നിന്ന് ഇത്തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും കാര്യങ്ങളും എല്ലാം അയച്ചു തരുന്നുണ്ട്. എന്തിനാ? ഇത് റിയലിസ്റ്റിക് ആണോ എന്നറിയാൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു കാരണവശാലും ഒരു 30% മേലേക്ക് റിട്ടേൺ ഓഫർ ചെയ്യുന്ന, അതും ആരെങ്കിലും ഒരാൾ ഗ്യാരണ്ടീഡ് റിട്ടേൺ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പണം ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് ഉറപ്പായും സ്കാമാണ്. ഈ 2025 മലയാളികളുടെ കോടികൾ തട്ടിയെടുത്ത ഏറ്റവും വലിയ സ്കാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഹാഫ് പ്രൈസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന CSR ഫണ്ട് നൽകുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ നടന്ന വലിയൊരു സ്കാമാണ്. 1000 കോടിയാണ് മലയാളിക്ക് ഈ ഒരൊറ്റ സ്കാമിൽ നഷ്ടപ്പെട്ടത്. പിന്നെ ഈ അടുത്ത് മലയാളികൾ തന്നെ നടത്തിയ, ബാംഗ്ലൂർ ബേസ് ചെയ്ത് നടന്നൊരു ചിറ്റ് ഫണ്ട് സ്കാം, 15-20% ആണ് വീക്കിലി അവർ ഓഫർ ചെയ്തിരുന്ന റിട്ടേൺ. ഇത്തരത്തിൽ റിട്ടേണുകൾ ഓഫർ ചെയ്ത് അതിൽ നിന്നും 40 മുതൽ 100 കോടി രൂപ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നമുക്കറിയാവുന്ന പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്ന കഥകൾ മാത്രമാണ്. ഇതുപോലെ നമുക്കറിയാത്ത എത്രയോ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ടെലഗ്രാം ഗ്രൂപ്പുകൾ, പുറത്ത് പറഞ്ഞാൽ ആളുകൾ അറിഞ്ഞാൽ മോശമല്ലേ എന്ന് കരുതി പുറത്ത് പറയാതിരിക്കുന്ന എത്രയോ സ്കാമുകളുണ്ട്. വർഷങ്ങളായി മലയാളികളുടെ ശതകോടിക്കണക്കിന് രൂപ ഇത്തരം സ്കാമുകളിൽ നഷ്ടപ്പെടുന്നു. എന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് ഈ തിരിച്ചറിവ് വരുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ളൊരു നാടാണ് നമ്മുടേത്. എന്നിട്ടുകൂടി ഈ സാമ്പത്തിക വിഷയത്തിലെ സാക്ഷരത നമുക്ക് വളരെ കുറഞ്ഞു പോകുന്നു എന്നത് വളരെ ദുഃഖകരം തന്നെയാണ്. ടെലഗ്രാമാണ് ഇത്തരം തട്ടിപ്പുകളുടെ ഒരു വലിയ വിളനിലം എന്ന് പറയുന്നത്. 30 ദിവസം കൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത പണം തിരികെ നൽകും എന്ന് പറയുന്നു. അതുപോലെ ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി റിട്ടേൺ തരാം എന്ന് പറയുന്നു. വാങ്ങിയാൽ ഉറപ്പായിട്ടും 100x നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന വലിയ സ്റ്റോക്കുകൾ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നു. വർഷങ്ങളായി സ്റ്റോക്ക് മാർക്കറ്റിലിരിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല ഈ നാളെ ഈ സ്റ്റോക്ക് എവിടേക്ക് പോകുമെന്നതിനെക്കുറിച്ച്.
ഇന്ത്യയിലെ ഏറ്റവും മികച്ച RIA അഥവാ രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർക്ക് പോലും പറയാൻ കഴിയില്ല നാളെ ഈ സ്റ്റോക്ക് തീർച്ചയായും ഇവിടം വരെ എത്തുമെന്ന് പറയാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഉറപ്പായും ഇത് ഇവിടം വരെ പോകും എന്ന് പറയാൻ പറ്റുന്നത്? അല്ലെങ്കിൽ വല്ല ഇൻസൈഡർ ന്യൂസും വരണം. ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഒരു വിവരം കിട്ടുന്നു, ഈ കമ്പനി നാളെ 2000 കോടിയുടെ ഡീല് നടത്താൻ പോകുന്നു എന്ന വല്ല ഇൻസൈഡർ ന്യൂസും കിട്ടണം. അപ്പൊ ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സ്കാമുകൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയും ഇതെല്ലാം സ്കാമാണ് എന്ന ബേസിക് അവയർനെസ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യാം. 30% മേലേക്ക് ഒരാൾ ഗ്യാരണ്ടീഡ് ആയിട്ട് റിട്ടേൺ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സ്കാമാണ്. ഇന്ത്യയിലെ ഗ്യാരണ്ടീഡ് റിട്ടേണുകൾ ഏതൊക്കെയാണ്, എവിടെ നിന്നെല്ലാം എത്രയെല്ലാം റിട്ടേൺ കിട്ടും എന്നെല്ലാം നമ്മൾ വിശദമായൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് കൂടി കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേട്ടുവെക്കാവുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിൽ ലാസ്റ്റ് 3 വർഷം കൊണ്ട് 1000 കോടിക്ക് മേലെ ഔദ്യോഗികമായി പരാതികൾ കിട്ടിയ, ഇത് സൈബർ സെല്ലിന്റെ ഡാറ്റയാണ്, ഔദ്യോഗികമായി പരാതികൾ കിട്ടിയ ആ ഒരു ഓൺലൈൻ തട്ടിപ്പ് മാത്രം 1000 കോടിക്ക് മേലെ ഇത്തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പേരിൽ മാത്രം നടത്തപ്പെട്ട ഇത്തരം ഫ്രോഡ് സംവിധാനങ്ങളിലൂടെ മാത്രം 1000 കോടിക്ക് മേലെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് പുറത്തു പറയാത്ത വേറെ ആയിരക്കണക്കിന് കോടികൾ ഉണ്ടാകും. അതുപോലെ വേറെ പല പേരുകളിൽ ക്രിപ്റ്റോ എന്നും അതുപോലെ സിഗ്നൽസ് തരാമെന്നും പല പേരിൽ നഷ്ടപ്പെട്ട വീണ്ടും ആയിരക്കണക്കിന് കോടികൾ ഉണ്ടാകും. ഇത് നാളെ നമുക്ക് വലിയൊരു ആശ്വാസമാവേണ്ട, നമ്മുടെ റിട്ടയർമെന്റ് കോർപ്പസായി മാറേണ്ട, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ സുന്ദരമായ ഭാവിക്ക് വേണ്ടി അവരുടെ എഡ്യൂക്കേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ട തുകയാണ് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം പോൺസി സ്കീമുകളിലോ പിരമിഡ് സ്കീമുകളിലോ നമ്മൾ ചെന്ന് പെടാതിരിക്കുക എന്നത് നമ്മുടെ സാമ്പത്തിക സാക്ഷരതയുടെ അടിസ്ഥാന ബാലപാഠങ്ങളാണ് എന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പൊ അതിനായി നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? ഏതൊരു ഇൻവെസ്റ്റ്മെന്റും നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ തീർച്ചയായും അവരോട് നമ്മൾ ചോദിക്കണം, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്ത് റൈറ്റ് ആണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ളത്? അപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ സെബി രജിസ്ട്രേഡ് RIA രജിസ്ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആണ്. എങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ? നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റിലെ ബ്രോക്കർ ആണോ? ഇങ്ങനെ കൃത്യമായ രേഖകളില്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ പണം കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇനി എത്ര വലിയ വിശ്വസ്തനാണെങ്കിലും ശരി, അതാരാണെങ്കിലും ശരി, നിങ്ങളുടെ ബന്ധുവാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും പണം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ കയ്യിലേക്കോ കൊടുക്കരുത്. നിങ്ങളുടെ സ്വന്തം പേരിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അതിലൂടെ നടത്തപ്പെടുന്ന ട്രാൻസാക്ഷനുകൾ മാത്രമേ സമ്മതിക്കാൻ പാടുള്ളൂ. അല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പേരിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷനും അത് നമുക്ക് തിരികെ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്ന് ദയവായി മനസ്സിലാക്കുക. കോടീശ്വരനാവാൻ എളുപ്പ വഴികളൊന്നുമില്ല. ഒരാൾക്ക് 1 കോടി രൂപ ഉണ്ടാക്കാൻ ഒന്നുകിൽ ചെറിയ തുക ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വലിയ തുക മാന്യമായ റിട്ടേൺ ഉള്ള റിസ്ക് എടുത്തുകൊണ്ട് ചെറിയ കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ 2 ഓപ്ഷൻ അല്ലാതെ ഒരാൾക്ക് കോടീശ്വരനാവാനും വലിയ സമ്പന്നനാവാനും വേറെ ഒരു മാർഗവും ഇല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. മറ്റു വീഡിയോയിൽ മറ്റു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.